സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ. അടുത്ത 3 മണിക്കൂർ റെഡ് അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. അതിശക്തമായ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, ഗുഡ് മോർണിംഗ്. മഴ ചൂടി നിൽക്കുകയാണ് ശാലിനി. വലിയ മഴയാണ് ഇത്ര നേരം തലസ്ഥാനത്ത് പെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ കനക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ടാവും, അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അധികൃതർ നൽകിയിട്ടുള്ളത്, അല്ലേ? കെ പി രാഖി, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്തായാലും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അല്പസമയം മുമ്പ് വരെ തലസ്ഥാന ജില്ലയിലും അതിശക്തമായ മഴയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരിയ തോതിലൊരു ആശ്വാസം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ഉണ്ടാവുകയാണ്. അതിൽ 6 ജില്ലകൾക്ക് ഇന്ന് വരുന്ന 3 മണിക്കൂർ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് ജാഗ്രതാ മുന്നറിയിപ്പാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. അതിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഈ മണിക്കൂറിൽ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. പക്ഷേ പല ജില്ലകളിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിലെ ചില ജില്ലകളിൽ അതിശക്തമായ മഴ, ഓറഞ്ച് അലർട്ടിന് ആണ് ചിലടത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറിൽ ഈ കാലാവസ്ഥാ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു മുന്നറിയിപ്പ് മാറാനുള്ള സാഹചര്യങ്ങൾ നിലവിൽ കാണുന്നുണ്ട്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. 4 ജില്ലകൾക്കാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, ഒപ്പം തന്നെ വയനാട്, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശത്തിൽ ഈ പത്തനംതിട്ട അടക്കമുള്ള മേഖലകളിൽ ചെറിയ ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. അത് ഉരുൾപൊട്ടലാണോ എന്നതടക്കമുള്ള സ്ഥിരീകരണം നടക്കുകയാണ്. പലയിടത്തും മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും ഈ മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്ന മേഖലകളിൽ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങളും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളും സാഹചര്യം വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ പ്രളയ സമാനമായ സാഹചര്യം പല ജില്ലകളിലും ഉണ്ടാകുന്നുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ നിന്നുള്ള ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകളും നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറിൽ അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ അതിശക്തമായ കാറ്റിന് സാധ്യത പ്രവചിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തന്നെയാണ്. 3 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലേർട്ട് ഉണ്ട് എന്നുള്ളത് വലിയ ആശങ്ക ഇടയാക്കുന്ന വിഷയം തന്നെയാണ്. 3 മണിക്കൂർ വലിയ കനത്ത മഴ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. അപ്പം അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ബന്ധപ്പെട്ടവർ നൽകിയിട്ടുള്ളത്, അല്ലേ? നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. തീർച്ചയായും. ഒപ്പം തന്നെ വ്യാപകമായ നാശം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്.